കൊല്ലം അഞ്ചലിൽ മുൻവൈരാഗ്യത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിൽ 3 പേർക്ക് കുത്തേറ്റ് ഒരാൾ മരിച്ച സംഭവത്തിൽ കുത്തിയയാളെ അഞ്ചൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഞ്ചൽ കുരുവിക്കോണം സ്വദേശി ജയചന്ദ്ര പണിക്കരെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അഞ്ചൽ കുരുവിക്കോണം കോയിപ്പാട്ടുവിള വീട്ടിൽ 63 വയസ്സുള്ള ഭാസിയാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടി അഞ്ചൽ കുരുവിക്കോണത്ത് പ്രവർത്തിക്കുന്ന ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിനോട് ചേർന്നുള്ള സ്ഥലത്താണ് സംഘർഷം നടന്നത്. കഴിഞ്ഞ 1 മാസത്തിനു മുൻപ് കൊല്ലപ്പെട്ട ഭാസിയും ജയചന്ദ്ര പണിക്കരുമായി നേരിയ തോതിൽ സംഘർഷം നടന്നിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ ഇന്നലെ ഉച്ചയോടുകൂടി ബിവറേജിന് സമീപത്ത് വെച്ച് ജയചന്ദ്ര പണിക്കരെ ഭാസിയും സംഘവും മർദ്ദിച്ചു. അതിനുശേഷം വൈകിട്ട് ഇരുകൂട്ടരും ചേർന്ന് ഒത്തുതീർപ്പ് ചർച്ച നടത്തുന്നതിനിടയിൽ ജയചന്ദ്ര പണിക്കരെ ബിയർ കുപ്പി കൊണ്ട് മർദ്ദിക്കുകയും ജയചന്ദ്ര പണിക്കർ തിരിച്ച് കത്തികൊണ്ട് ഭാസിയെയും ഭാസിയുടെ മകൻ മനോജിനെയും മനോജിന്റെ സുഹൃത്ത് വിഷ്ണുവിനെയും കുത്തി പരിക്കേൽപ്പിച്ചു. അഞ്ചൽ പോലീസ് എത്തിയാണ് പരിക്കേറ്റവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഭാസിയുടെയും മനോജിന്റെയും വിഷ്ണുവിന്റെയും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കുത്തിയ ജയചന്ദ്ര പണിക്കരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എന്നാൽ ഇന്നലെ പുലർച്ചയോടുകൂടി ഭാസി മരണപ്പെടുകയായിരുന്നു. തുടർന്ന് അഞ്ചൽ പോലീസ് ജയചന്ദ്ര പണിക്കരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല്ലപ്പെട്ട ഭാസി ബിവറേജ് ഷോപ്പ് നിൽക്കുന്നതുൾപ്പെടെയുള്ള കെട്ടിടത്തിന്റെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. സംഭവസ്ഥലത്ത് ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഫിംഗർ പ്രിന്റ് വിദഗ്ധരുമെത്തി തെളിവുകൾ ശേഖരിച്ചു. പുനലൂർ ഡിവൈഎസ്പി സ്റ്റുവേർട്ട് കീലർ, അഞ്ചൽ SHO സാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞുവരുന്ന വിഷ്ണുവിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. റിപ്പോർട്ടർ സജി, അഞ്ചൽ. തിങ്കൾ, ചൊവ്വ, ബുധൻ. ഇത് 1 വർഷത്തേക്കുള്ളതുണ്ടല്ലോ. ഇതേ എനിക്കുള്ളതാ. ഫാമിലിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ 365 ദിവസത്തേക്കും എടുത്താലോ എന്നാ. ഞെട്ടിയോ? ഇതുപോലൊന്ന് കണ്ടാൽ ആരും ഞെട്ടും. ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ? ഒത്തിരി കളക്ഷൻ, ഇത്തിരി വില. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടയ്ക്കലിൽ.